കൊല്ലം ടൗണിൽ കിടക്കുന്ന ടൗണിലാണ്. ചിലപ്പോൾ പലർക്കും ഈ ടൗണിൽ അടുത്തുള്ളവർക്കും ഇങ്ങനെ ഇത്രയും നല്ലൊരു ഫാം ഇവിടെ ഉണ്ടെന്ന് അറിയാത്ത ആൾക്കാർ പലരും കാണും. ചിലപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോഴായിരിക്കും അറിയുന്നത്. ജസ്റ്റ് എസ് എൻ കോളേജിന്റെ ഓപ്പോസിറ്റ്. എസ് എൻ കോളേജിന് ഓപ്പോസിറ്റ് ഇത്ര വലിയ നല്ല വിശാലമായ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ പശു, ആട്, കോഴി ഞങ്ങളെല്ലാം കാണിക്കാം. എനിക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും. കാരണം ഇത്രയും എസ് എൻ കോളേജിന്റെ ഓപ്പോസിറ്റ് ഇത്രയും വലിയൊരു ഫാം ഇവിടെ ഉണ്ടോയെന്ന് തന്നെ നോക്കിയാൽ വാഴക്കൃഷിയിലുണ്ട്, പുൽകൃഷിയിലുണ്ട്, ഈ കാണുന്ന ഇത്രയും പശുക്കൾ ഐറ്റംസ് ഉണ്ട്. എല്ലാം നമുക്ക് പരിചയപ്പെടുത്താം. എത്ര സ്ഥലമുണ്ട് മൊത്തത്തിൽ ഇവിടെ? ഇവിടെ 6 മൊത്തം എത്ര പശുക്കളുണ്ട് ഫാദർ നമുക്കിവിടെ? മൊത്തം പശു എരുമയും കൂട്ടി 20 എണ്ണം. ഈ കാട്ടുപന്നികളാണോ ആക്രമിക്കുന്നത്? ഇവരും നമ്മളങ്ങനെ അറ്റാക്കിംഗ് പവർ ഒന്നുമില്ല അല്ലേ? ഇത് നല്ല കമ്പനിയാണ്, നല്ല ഭംഗിയുള്ള കളർഫുൾ പന്നികൾ. ഇവിടെ നോക്കി എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമാണെന്നല്ലേ ഫാദറെ? അതെ, ഇതെല്ലാം ഒന്നിച്ചാ ഇങ്ങനെ കിടക്കുള്ളൂ ഇങ്ങനെ, എന്നിട്ട് കടിയിരിക്കുകയും ചെയ്യും. നല്ല കമ്പനിയാണ് കേട്ടോ. എല്ലാവരും കഴുത്തിൽ ബെൽറ്റൊക്കെ ഉണ്ടല്ലോ. ഒരുമാതിരിപ്പെട്ടവനൊക്കെ ചിലതിന്റെയൊക്കെ അവര് തന്നെ കൊമ്പില്ലാന്ന് തോന്നുന്നു. കൊമ്പില്ലാത്ത അവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി തന്നെയാണ് കൊടുക്കാനടുത്ത് കോഴിലിരിക്കുന്നത്, നാടൻ കോഴിലിരിക്കുന്നത്. കൊല്ലത്തൊരു ഫാമിൽ പോകണം കേട്ടോ. നമ്മുടെ കൊല്ലത്തൊരു പള്ളിയിൽ അച്ഛൻ്റെ ഒരു ഫാമാണ്. എന്നെ നമ്മൾ വിളിക്കുന്നുണ്ട് അത് വീഡിയോ ചെയ്യാനായിട്ട്. ഇന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വീഡിയോ കവർ ചെയ്യാം. നേരെ പോകാം ഫാമിലി. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫാമിലിക്ക് നമുക്ക് നേരെ ഫാമിലിക്ക് പോകാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തില്ലേരി ആശ്രമത്തിനടുത്താണ്. നമ്മുടെ കൂടെ ഉള്ളത് ലൂഷ്യസ് ഫാദറാണ്. ഈ ഒരു ഫാദറാണ് ഇതിൻ്റെ മെയിൻ ആൾ. ഒരു നെടുന്തൂട് അല്ലെങ്കിൽ നട്ടലെന്ന് പറയാം. ഈ ഒരു ഫാമിൻ്റെ എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് നോക്കി നടത്തുന്ന സ്വന്തം നമ്മുടെ ലൂഷ്യസ് ഫാദറാണ്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഫാദറിനോട് ചോദിക്കാം. ഫാദറെ നമസ്കാരം. നമസ്കാരം. നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ഒന്ന് പരിചയപ്പെടുത്തുമോ? ഞാൻ സെൻറ്റ് ആൻ്റണീസ് പ്രയറി, അതായത് തില്ലേരി ആശ്രമത്തിലെ ഒരു അംഗമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സമ്മിശ്രിത ഫാം എല്ലാം ഉണ്ട്. പശു, പട്ടി, ആട്, കോഴി, പലതരം പന്നി എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ഈ ഒരു ഫാമിന്റെ? കൊല്ലം ടൗണിൽ കിടക്കുന്ന ടൗണിലാണ്. ചിലപ്പോൾ പലർക്കും ഈ ടൗണിൽ അടുത്തുള്ളവർക്കും ഇങ്ങനെ ഇത്രയും നല്ലൊരു ഫാം ഇവിടെ ഉണ്ടെന്ന് അറിയാത്ത ആൾക്കാർ പലരും കാണും. ചിലപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോഴായിരിക്കും അറിയുന്നത്. ജസ്റ്റ് എസ് എൻ കോളേജിന്റെ ഓപ്പോസിറ്റ്. എസ് എൻ കോളേജിന് ഓപ്പോസിറ്റ് ഇത്ര വലിയ നല്ല വിശാലമായ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ പശു, ആട്, കോഴി ഞങ്ങളെല്ലാം കാണിക്കാം. എനിക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും. കാരണം ഇത്രയും എസ് എൻ കോളേജിന്റെ ഓപ്പോസിറ്റ് ഇത്രയും വലിയൊരു ഫാം ഇവിടെ ഉണ്ടോയെന്ന് തന്നെ നോക്കിയാൽ വാഴക്കൃഷിയിലുണ്ട്, പുൽകൃഷിയിലുണ്ട്, ഈ കാണുന്ന ഇത്രയും പശുക്കൾ ഐറ്റംസ് ഉണ്ട്. എല്ലാം നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അതിപ്പോൾ ആദ്യം കാണും ഇതൊരു നല്ലൊരു എരുമയാണല്ലോ. ഇത് നമ്മൾ എവിടുന്ന് കൊണ്ടുവന്ന എരുമയാ? ഇത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ചത്. ഏനാ മൊറാൻ ഇനത്തിൽപ്പെട്ടാണോ? ഇത് എത്രാമത്തെ പ്രസവമാണത്? ഇതിപ്പോ മൂന്നാമത്തെ പ്രസവം. കണ്ടിന്യൂ ആള് വലിയ പ്രായം നോക്കില്ലോ, കൊച്ചാണ്ട് വിട്ടിരിക്കുകയാണ്. അല്ല, എത്ര പാലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അത്യാവശ്യം പാലല്ല. ഇതിന് ഒരു ദിവസം 12 ലിറ്റർ 13 ലിറ്റർ പാല് കിട്ടുന്നുണ്ടോ? ഈ നല്ലൊരു ഒരു പോത്തും കുട്ടനാണല്ലോ. ഇവിടെ തന്നെ ജനിച്ച കുട്ടിയാണ്. 8 മാസം ആയതേ ഉള്ളൂ. അവന്റെ പേര് അപ്പു എന്നാണ്. നല്ല വളർച്ചയുണ്ട്, അത്യാവശ്യം നല്ല ഗ്രോത്തിലുള്ള 8 മാസം കണ്ടു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പറയുന്നുണ്ട് കേട്ടോ. നല്ല നമ്മൾ ഈ വലിയ ഫാമുകളിലൊക്കെ പോയി വാങ്ങത്തില്ലേ മൊറാന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന്? ഭയങ്കര സ്നേഹമാണ്. അല്ലെങ്കിൽ ഈ എരുമകൾക്കൊക്കെ ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എല്ലാവർക്കും അല്ലേ? അപ്പു എന്നാണ് ഇവിടുത്തെ മെയിൻ താരത്തിന്റെ പേര്. ഇതെങ്ങനെ ഏതെങ്കിലും നമ്മൾ സെമന് നോക്കി കുത്തി വെച്ചാണോ? നല്ല ക്വാളിറ്റി ഉള്ള ഓ അങ്ങനെ കൊണ്ടുവന്നു പുറത്തുനിന്ന് വന്നതാ? വലിയ പുറത്തുനിന്ന് വന്നതാണ് അല്ലേ? അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടനാണ് നിൽക്കുന്നത് കേട്ടോ. നല്ലൊരു പോത്തും കുട്ടനാണ്. ചെങ്ങലൊക്കെ ഇട്ട് നല്ല ഇവിടുത്തെ പെറ്റാണെന്നു അല്ലേ? നല്ല ബ്രാസിന്റെ ചെങ്ങലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആശാദത്തിന്. എന്തൊക്കെ ഫുഡ് അവന് കൊടുക്കുന്നത്? ഇവന് തേങ്ങാപ്പിണ്ണാക്ക്, പിന്നെ ഈ പുളിയരിയാണ് മെയിൻ ഐറ്റം. പിന്നെ ഗോതമ്പിന്റെ തവിട്, ഇത്രയാണ് അല്ലേ? ഏകദേശം എത്ര കിലോ ഒക്കെ കൊടുക്കും ഫാദർ ഒരു ദിവസം നമുക്ക്? ഇവന് ഒരു നേരം ഒരു 2.5 കിലോ കൊടുക്കുമായിരിക്കും. 5 കിലോ ഒരു ദിവസം കൊടുക്കുന്നുണ്ടല്ലേ? നല്ല അത്യാവശ്യം ആള് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ വിരയ്ക്ക് മരുന്ന് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്, മാസം കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കുറെ പശുക്കളൊക്കെ ആണല്ലോ ഈ സൈഡില്. ഇതിന്റെ പേര്
പാറും. പക്ഷെ ഇതിന് നമ്മള് അടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരത്തി അടിക്കുന്ന ആളിനെ നോക്കി വെച്ചേക്കല്ലേ, നോക്കി വെച്ചിട്ട് കൊടുക്കും, തിരിച്ചു കൊടുക്കും, തരത്തില്ല. പക്ഷെ നമ്മൾ ഓടിക്കളയും, സ്നേഹിക്കാനും സമ്മതിക്കത്തില്ല. എല്ലാവർക്കും പേരുണ്ടോന്നു അല്ലേ ഫാദറെ? അത്യാവശ്യം എല്ലാവർക്കും പേരുണ്ട്. ഈ സെല്ലാം നല്ല ഒരുപാട് HF ജേഴ്സി ക്രോസ് പശുക്കളൊക്കെ ആണല്ലോ. മൊത്തം എത്ര പശുക്കളുണ്ട് ഫാദർ നമുക്കിവിടെ? മൊത്തം പശു എരുമയും കൂട്ടി 20 എണ്ണം ഉണ്ട്. ഇതിന്റെ പാൽ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ലോക്കൽ സെയിലാണോ? പാല് ലോക്കൽ സെയിലുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇവിടുത്തെ ഒരു മനുഷ്യൻ ഇവിടുന്ന് പാലെടുത്തിട്ട് പോയിട്ട് പുള്ളി സെയിൽ ചെയ്യുന്നുണ്ട്. അന്നേരം പുള്ളി അങ്ങനെ നമുക്ക് മിൽമയുടെ പൈസയെ പുള്ളി തരത്തുള്ളൂ. പക്ഷെ പുള്ളി 60 രൂപയ്ക്ക് കൊടുക്കുന്നു. ഞങ്ങളിവിടെ ലോക്കൽ സെയിൽ എത്ര 66. ലോക്കൽ സെയിൽ ഇവിടെ വന്ന് വാങ്ങുവാണോ? സമയമൊക്കെ എങ്ങനെ? നമുക്ക് ഇവിടെ വന്നൊരു 40 ലിറ്റർ മേടിക്കും. പിന്നെ ഞങ്ങള് കൊണ്ട് കൊടുക്കുന്നുണ്ട്. എത്ര ലിറ്റർ? 50 ലിറ്റർ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത്രയും നല്ലൊരു ഇവിടെ ഫാം ഉണ്ടെന്ന് പലർക്കും അറിയാത്തൊരു കാണും. കൊല്ലത്ത് ടൗണിൽ ഹൃദയ ഭാഗത്താണ് ഇത്രയും നല്ലൊരു ഫാം ഇവിടെ ഉള്ളത്. പശു, എരുമ, ആട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ അതിൽ കടിഞ്ഞിൽ കിടാവാണോ അതോ പ്രസവിക്കാൻ? ഇത് രണ്ടാമത്തെ പ്രസവമാണ്. ചെനയായിട്ട് നിൽക്കും. അപ്പം ഇപ്പൊ ചെനയായിട്ട് നിൽക്കുക. അപ്പൊ നമ്മളിതിന് 3 കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരെ 3 കൊടുക്കാൻ ചന അറച്ച് വെച്ചേക്കണം അടുത്ത്. ഇത് എത്രാമത്തെ പ്രസവ? രണ്ടാമത്തെ. ഇത് രണ്ടാമത്തെ പ്രസവമാണ്. കടിഞ്ഞൂല് അല്ലേ? 3 എണ്ണത്തെ കൊടുക്കാൻ ഫാദർ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ക്രോസ് നാടൻ കുട്ടിയാണ് അല്ലേ? നാടൻ വെറൈറ്റി ആയതുകൊണ്ട് അല്ലേ? ഫാദർ ഇവിടെ നിൽക്കുന്ന പശുക്കളുടെയൊക്കെ ഒരു പാൽ കപ്പാസിറ്റി ആവറേജ് ഏറ്റവും കൂടുതൽ പാലുള്ള ഏത് പശു അവിടെ നിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ പാലുള്ള ഈ മൊട്ടച്ചിയാണ് അല്ലേ? നല്ലൊരു 35 ലിറ്റർ ആണ്. പലർക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് 15 അല്ല 20, 30 എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അല്ലേ? കറവാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ടാൽ മതി. പക്ഷെ അതിന്റെ പാല് ഈ കറവ നിർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്രയും പാലുള്ളതുകൊണ്ട് അത് ഈ അവസാനം വരെ കറക്കേണ്ടി വരും. കഴിഞ്ഞ പ്രസവത്തിന് 2 ആഴ്ചയാണ് ബ്രേക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അന്നേരം പിന്നെ അതിന്റെ പാല് വലുതായിട്ട് കൂടത്തില്ല, പിന്നെ അങ്ങോട്ട് കൂടത്തില്ല, ആ ലെവലിൽ തന്നെ നിൽക്കും. ഇതിപ്പോ എത്രാമത്തെ പ്രസവം നിൽക്കുന്നത്? ഇതിപ്പോ 4ാമത്തെ ചനയായിട്ട് നിൽക്കുകയാണ്. എത്ര മാസം ചന ഇപ്പം? ഇതിപ്പോ ഒരു 3 മാസമായി. 3 മാസമായിട്ടുള്ളൂ. ഇപ്പൊ എത്ര ലിറ്റർ പാല് ഇവിടെ കറക്കുന്നുണ്ട്? ഇപ്പൊ രാവിലെ 12 ഉണ്ട്. ഇന്ന് രാവിലെ ചേട്ടത്തെ ഞാൻ മണ്ടയ്ക്കുണ്ട്. പീക്കിൽ ഒരു 35 വരെയൊക്കെ കിട്ടുന്നുണ്ട് അതല്ലേ? ഇപ്പൊ എത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ചന പിടിച്ചത് ഡെലിവറി കഴിഞ്ഞിട്ട്? ഇതിപ്പോ 5 മാസം ആയി കാണും. അത്രേ ഉള്ളൂ. 5 മാസം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞു. പിന്നെ അതുപോലെ ഒരുപാട് HF ജേഴ്സി ക്രോസ് പശുക്കളുണ്ട്. നല്ല റെഡിൻ വൈറ്റ് വരുന്നത്. ഇതൊക്കെ എന്ത് പാലുണ്ട്? അതിപ്പം ആദ്യത്തെ പ്രസവം അതിന് 18 ലിറ്റർ പാലുണ്ട്. 18 ലിറ്റർ കിട്ടിയായിരുന്നു കന്നിയിൽ. നമ്മുടെ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന കുട്ടികളാണല്ലേ? അപ്പൊ അതിൽ ഇവിടെ നമ്മൾ ബ്രീഡിങ് അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇതിന്റെ കുട്ടിയാണത്. അത് ഇവിടെ നമ്മളിപ്പം ഈ പശുവിന്റെ കുട്ടികളൊക്കെ വളരെ വലുതായിരിക്കും, വലിയ കുട്ടിയായിരിക്കും, വലിയ സൈസുള്ള കുട്ടികൾ. ഈ HF അല്ലേ? ഇവക്ക് എത്ര പാലുണ്ടായിരുന്നു ഫാദർ? ഇവക്ക് 25 ലിറ്റർ ഒരു ദിവസം കിട്ടുന്ന ടൈപ്പ് നല്ല വി സൈസ് പശുവാണ്. നല്ല ബോഡി ആയിട്ടുള്ള പശുവാണ്. കാളക്കുട്ടനാടാ? അത്യാവശ്യം എത്ര വയസ്സിന് എന്ത് പ്രായമുണ്ട്? എനിക്ക് തോന്നുന്നൊരു 11 മാസമായിട്ടുള്ളൂ. 11 മാസമായിട്ടുള്ളൂ. ആൾ അത്യാവശ്യം ഇപ്പോഴേ ഫാദറിന്റെ തോൾപ്പൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ? നല്ല ക്വാളിറ്റിയും ബ്രീഡിങ് അല്ല ക്രോസ് ചെയ്യാനൊക്കെ പറ്റിയ ടൈപ്പ്. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ഇവരെ രണ്ടുപേരെ ഇതിനും പിന്നെ ചാന പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നിർത്തിയേക്കുന്ന നല്ലൊരു ബുള്ളാണ് അല്ലേ? ഇതേതെങ്കിലും നമ്മൾ സെമൻ നോക്കി കുത്തിവെച്ചതാണോ? NDDB അല്ലെങ്കിൽ അങ്ങനെ കുത്തിവെച്ചല്ല. അല്ല ഇവിടെ കുത്തിവെക്കുന്നവർ ഇവിടെ ഡോക്ടർ തോമസ് ഒക്കെയാണ്. നല്ല സെമൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫാദർ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ചോദിച്ചിട്ടില്ല ഏതാണല്ലേ? പറഞ്ഞായിരുന്നു ഇതിന് മറ്റേ NDDBയുടെ അതാണ് കുത്തിവെച്ചത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നല്ല പശുക്കുട്ടികളായാലും ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിനായാലും ഇവിടെ നിർത്തുന്നതിനായാലും നമുക്ക് നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നാട്ടിലെ തന്നെ പശുക്കളാണോ? ഇവിടെ തന്നെ നമ്മള് ഇത് രണ്ടിനും നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് മേടിച്ചതാണ്. പക്ഷെ അത് പശുക്കളെ ചെറുതാണ്, പക്ഷെ എന്നാലും അതിന് അത്യാവശ്യം പാലുണ്ട്. ഇവിളിപ്പോ അടുത്ത ചെനയായിട്ട് ഇരിക്കുകയാണ് അല്ലേ? ഇവിടെ മോനാണ് നമ്മൾ നേരത്തെ കണ്ട അപ്പുവിന്റെ അമ്മയാണ് ഇത് കേട്ടോ. ഇവക്ക് എത്ര പാല് കിട്ടിയാണ് ഫാദറെ? ഇവളുടെ ആദ്യത്തെ പ്രസവമായിരുന്നു. എനിക്ക് കൃത്യം അറിയത്തില്ല, എന്തായാലും 15 കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 2 നേരം ഇതും പുറത്തുനിന്ന് വന്നതല്ലേ? അതിനും അപ്പുറത്ത് എരുമയുണ്ട്. അവർക്ക് 2 പേർക്കുമാണ് കൂടുതലുള്ള ഇവിടെ നിൽക്കുന്ന എരുമയല്ലേ? നല്ലൊരു എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള എരുമകളാണല്ലോ ഫാദർ. ഇതെല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതാണോ? ഇത് നമ്മൾ പഴയ ഇവിടെ ഉണ്ടായിരുന്ന എരുമയുടെ കുട്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ തന്നെ ഫാമിൽ തന്നെ ജനിച്ചു വളർന്ന കുട്ടിയാണ്. ഇവർക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല
2 പ്രസവിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ ചനയായിട്ട് നിൽക്കുകയാണോ? പ്രസവിച്ചു അവിടെ കുട്ടിയാണ് അവിടെ കിടക്കുന്നത്, ഒരു പെൺകുട്ടി. ഇവിടെ കുട്ടി ഇവിടെ കിടപ്പുണ്ട്. നല്ലൊരു കുട്ടി. കുട്ടികളെല്ലാം ഈ ഒരു സെക്ഷനിൽ ഇട്ടേക്കുമല്ലേ ഫാദർ? ഈ പശുക്കുട്ടികളെ ആരെങ്കിലും ആവശ്യകരമാണ് കൊടുക്കുമോ? നമ്മൾ തന്നെ ഫാമിലി അടുത്ത് വളർത്തിയെടുക്കുന്നതാണ്. കൊടുക്കാനായിട്ടൊരു വിഷമം, പക്ഷേ വളർത്തുന്നത് ഭയങ്കര നഷ്ടമാണ്, ബിസിനസിന്റെ ലെവലിൽ നഷ്ടമാണ്. പക്ഷെ നമ്മള് ആണുങ്ങളെ കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം വളർത്തും. പിന്നെ ആവശ്യക്കാരെ ഇഷ്ടപ്പെട്ട് വാങ്ങാൻ വീട്ടുകാർ ആരെങ്കിലും വരുവാണെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ കൊണ്ടേ പോകത്തോളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കും. ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു എരുമയാണ് കേട്ടോ, നല്ലൊരു. പിന്നെ 35 ലിറ്റർ പശുവിന്റെ കാളക്കുട്ടിയാണല്ലേ? കാളക്കുട്ടി. അപ്പൊ അവനെ നമ്മൾ വളർത്താൻ നല്ല ഇഷ്ടത്തിലിട്ടേക്കാണ്. അത് നല്ലൊരു കാളക്കുട്ടിയാണ് അല്ലേ? 7 മാസമായി. 7 മാസമായിട്ട്. പക്ഷേ നല്ല ഗ്രോത്ത് ഉണ്ട് അവന്. 7 മാസം ഉണ്ടെങ്കിൽ എല്ലാവരും കൊമ്പുണ്ടല്ലേ? കൊമ്പ് കരിക്കുന്ന ഒരു ഇതില്ല ഇവിടെ അല്ലേ? എല്ലാവരും കൊമ്പുണ്ട്. 2-3 എരുമയുണ്ട് അല്ലേ? ഇത് 2 എരുമ. അത് ഒന്ന് അപ്പുറത്ത് 2 നല്ല കുട്ടികളുണ്ട്. ഇതിനെ നമുക്ക് തിരുവനന്തപുരത്ത് നമുക്കൊരു സ്നേഹിതൻ ഇങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ട് ഗിഫ്റ്റായിട്ട് തന്നെയാ തന്നതാണ്. നല്ല എച്ചുണ്ടല്ലേ നമ്മുടെ തന്നിമൊക്കെ അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ? പക്ഷെ നല്ല കനം കുറഞ്ഞ്, ശരിയാ, നല്ല കനം കുറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെച്ചൂരാണ്. ഇവിടെ ചെനയാണോ? പ്രസവിക്കാറേ. നല്ല കേരളത്തിലെ തനി വെച്ചുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മൂക്കൊക്കെ ഉണ്ടോ? മൂക്കിന്റെ കളറ്, കാലിന്റെ കനക്കുറവ്, തല, കൊമ്പ്, ചെവി, എല്ലാം, കണ്ണ്, എല്ലാ രസമുണ്ട് കാണാൻ. എല്ലാ ഫീച്ചേഴ്സും കൂടി ലക്ഷണമൊക്കെ ഒരു നല്ലൊരു വെച്ചൂരാണ്. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് കാണുന്ന എസ് എൻ കോളേജാണ് കേട്ടോ. കണ്ടാ ശ്രീനാരായണ എഴുതിക്കാൻ പറ്റുന്ന എസ് എൻ കോളേജിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ ക്രോസിൻ്റെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഇങ്ങോട്ട് കടക്കാൻ പറ്റുമോ? വാതിലുണ്ടോ നമുക്ക്? ബൈക്ക് വരത്തില്ല, റെയിൽവേ നടന്നു വരാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്? ഇത് പന്നിയാണ്. നമുക്ക് പന്നി ഫാമിൽ നമ്മുടെ ചാനൽ എനിക്ക് ഇതുവരെ പന്നി ഫാമിന്റെ വീഡിയോസും ചെയ്തിട്ടില്ല, പന്നികളെ കുറിച്ച് വീഡിയോസ് ചെയ്തില്ല. ആദ്യമായിട്ടാണ് നമ്മൾ പന്നികളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഫാദറിന്റെ ഫാമിലിയാണ്. കാണാം. ഈ ഒരു സെക്ഷനിൽ അടിപൊളി പന്നിക്കുട്ടികൾ കിടക്കുന്നല്ലോ. കുഞ്ഞുങ്ങളാണ് അല്ലേ? എത്ര പ്രായമുണ്ട് ഇതൊക്കെ? ഇത് 2 മാസം 3 മാസം അടിപൊളി പന്നിക്കുട്ടന്മാരാണ്. ഇത് നമ്മളെല്ലാം ഇവിടെ വളർത്തുവാണ്. കുഞ്ഞുങ്ങളെ കൊടുക്കും ഇവിടെ? ഈ കുഞ്ഞുങ്ങളെ കൊടുക്കും. കുഞ്ഞിലെ ആവശ്യക്കാരനൊക്കെ കൊടുക്കും. ഇതെങ്ങനെ കിലോനൊക്കെ എന്തോ വില വരും ഇതൊക്കെ? നമ്മളൊരു 2 മാസം ആകുമ്പോൾ 6000 രൂപ. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് 6000 രൂപ 2 മാസമായ പന്നിക്കുട്ടന്മാർക്ക് അല്ലേ? ഇവിടെ ഒക്കെ നോക്കി ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ എല്ലാം പ്രഗ്നന്റ് ആണോ? നല്ല അടിപൊളി. നല്ല ഇതെന്താ ബ്രീഡ്? ഇതിന്റെ പേരൊക്കെ എന്താ? നല്ല വെള്ളയും കറുപ്പുള്ള അടിപൊളി പന്നിയുടെ കളക്ഷൻസ് ആണ്. ഇതെല്ലാം പ്രഗ്നന്റ് ആണോ? ഓക്കെ, എല്ലാ പ്രഗ്നന്റ് കിടക്കാണ്. ഇവർക്ക് ആഹാരം വേസ്റ്റ് ആണോ? നമ്മൾ ഹോട്ടൽ വേസ്റ്റ് ആണ് മെയിൻ ആണല്ലേ? പിന്നെ പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള സ്റ്റാർട്ടർ ഉണ്ട്, അത് അവർ കഴിക്കാറാകുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഇപ്പം പ്രസവിച്ചാണ് ഒരു പ്രസവിച്ച അമ്മയും കുഞ്ഞുമാണ് ആ സെക്ഷനിൽ കിടക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കി എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നല്ലോ ഫാദറെ. അതെ, ഇതെല്ലാം ഒന്നിച്ചാ ഇങ്ങനെ കിടക്കുള്ളൂ ഇങ്ങനെ, എന്നിട്ട് കടിയുകയും ചെയ്യും. നല്ല എല്ലാം നല്ല കമ്പനിയായിട്ട് കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. ഇതെങ്ങനെ ഇട്ടേക്കുന്നത്? എല്ലാം പെണ്ണുങ്ങളാണോ? ഒരാണ് മിക്സ് ചെയ്താണ്? ഇത് പെണ്ണുങ്ങൾ. ഇതിനകത്ത് നമ്മുടെ ആണുങ്ങളൊക്കെ നമ്മൾ ക്രിസ്മസിന് കൊടുത്തു. ഇതിനകത്തിപ്പോ ഒരാണേ ഉള്ളൂ, ബാക്കി എല്ലാം പെണ്ണുങ്ങളാണ്. നമ്മളത് ക്രോസിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്നതാണോ? വേറെ 2 നമ്മളിങ്ങനെ ആണുങ്ങളെ മാറ്റും ഇടയ്ക്കിടയ്ക്ക്. പുതിയ 2 മേടിച്ചിട്ടുണ്ട്. ഇത് ക്രോസിങ്ങിന് വേണ്ടിയാണ് അല്ലേ? ഇതിനിപ്പം പ്രസവിച്ചാണല്ലേ? നല്ല കുഞ്ഞുങ്ങൾ, പൊടി കുഞ്ഞുങ്ങളുണ്ട്. എത്ര ദിവസമായിട്ട്? 3 ദിവസം. അടിപൊളി കുഞ്ഞുങ്ങൾ. നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കാൻ ചെന്ന് ഇവർ അറ്റാക്ക് എന്തെങ്കിലും ചെയ്യുമോ? അതിന് നമ്മൾ അറിയാത്ത ആളുകളാണെങ്കിൽ നമ്മൾ പേടിക്കും, പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല. പക്ഷെ അത് ഇങ്ങനെ വരുന്ന വരവ് കാണുമ്പോഴത്തേക്ക് നമുക്ക് പേടി വരും. നല്ല കുഞ്ഞുങ്ങളല്ല, വൈറ്റും ബ്ലാക്കും. ഇവർക്ക് വേറെ ഇപ്പം പാല് മാത്രമാണോ കൊടുക്കുന്നത്? അതെ, പാല് മാത്രമേ കഴിക്കൂ. പ്രസവിക്കാറാകുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒറ്റയ്ക്കിടാണ്. ഇതിപ്പോൾ അടുത്തൊരു പ്രസവിക്കാറായ ഒരു പന്നിയാണ്. ഇതൊക്കെ എന്ത് വെയിറ്റ് വരും ഒരു വലിയൊരു പന്നി നമുക്ക്? വലിയ ആണിനെയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത 250 കിലോ ഒക്കെ. 250 കിലോ ജീവനോട്? 1 കിലോ എന്ത് വില വരും? ഇതിന്റെ സഹോദരനെ കൊടുത്തു അല്ലേ? അതൊക്കെ എന്ത്? പുറത്തൊക്കെ 200-220 ഒക്കെ ഉണ്ട് ജീവനോടെ കൊടുക്കുന്നത് കിലോന്. ഇവിടെ നമ്മൾ 180 വെച്ചാണ് നമ്മൾ കൊടുത്തത്. 1 കിലോ 50 വെച്ച് മേടിച്ചിട്ടുണ്ട്. 40,000 റേഞ്ചിനകത്ത് വരും അല്ലേ? ഒരു പന്നിലിനത്തെ വാങ്ങുമ്പോൾ നല്ല സൈസിലുള്ള. അല്ല നമ്മള് ഇറച്ചിക്കൊക്കെ എന്താ വിലയുണ്ട്? ഇറച്ചി ഇവിടെ പുറത്ത് പോയിക്കുന്നുണ്ട്. 440 ഇവിടെ 1 കിലോന് വില വരുന്നത്. നമ്മളിവിടെ 400 നമ്മള് ഇവിടെ എടുക്കും.
നല്ലൊരു പന്നി ഫാമിന്റെ സെക്ഷൻ ഇവിടെ കണ്ടത്. ബാക്കിൽ പുല്ലാണല്ലേ ഞങ്ങള് അത് 7 വർഷമായതാ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മാറാൻ പോവാ. മൊത്തം മാറ്റിട്ട് പുതുതായിട്ട് നടാൻ പോകണല്ലേ? പുതുതായിട്ട് മാറ്റാം. ഇത് എത്ര സ്ഥലമുണ്ട് മൊത്തത്തിൽ ഇവിടെ? ഇവിടെ 6.4. സൂപ്പർ നേപ്പർ റെഡ് സ്റ്റമ്പിന്റെ ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കാസർഗോഡാണ്, കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി അറേഞ്ച് ചെയ്തിരിക്കും കേട്ടോ. പേരുണ്ടോ? ഇത് നമ്മളെന്തെങ്കിലും അറ്റാക്ക് ചെയ്യുമോ, കടിക്കും? ഒന്നും ചെയ്യത്തില്ല അല്ലേ? ഇതൊക്കെ എത്ര പ്രായമായി? ഇത് 2 മാസം 3 മാസമായിരുന്നു. 2 മാസം 3 മാസം. സത്യം പറഞ്ഞാൽ ഞാൻ പന്നിയൊക്കെ ആദ്യമായിട്ട് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഇവർക്ക് എന്താ ഫുഡ് മെയിനായിട്ട് കൊടുക്കുന്നത്? നമ്മൾ മറ്റേ വേസ്റ്റ് തന്നെയാണോ? ഈ കാട്ടുപന്നികളാണോ ആക്രമിക്കുന്നത്? ഇവരും നമ്മളങ്ങനെ അറ്റാക്കും പവറൊന്നുമില്ല അല്ലേ? ഇത് നല്ല കമ്പനിയാണ്, നല്ല ഭംഗിയുള്ള കളർഫുൾ പന്നികൾ. ഇവിടെ ഒരു വലിയ പന്നി ഉണ്ടായിരുന്നു. നമ്മള് 5 വർഷമായിട്ട് അതിനെ കൊടുത്തത്. കാരണം അത് അതിനെല്ലാ സിസ്റ്റങ്ങളും അറിയാം. ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ തുറന്നു വിട്ടാൽ കൃത്യമായിട്ട് പോയി ക്രോസ് ചെയ്ത് പുറത്തിറങ്ങി. പിന്നെ നമുക്ക് ഇവിടെ പിള്ളേരൊക്കെ പുറത്തെല്ലാം കൊണ്ട് നടക്കുമായിരുന്നു. എന്റെ പുറത്തൊക്കെ ഭയങ്കര കമ്പനിയാണ്. പെട്ടെന്ന് എല്ലാവരുടെ താല്പര്യമില്ല. പക്ഷെ പിന്നെ നമ്മൾ ഇനി നിർത്തി കഴിഞ്ഞാൽ അത് യൂസ് ഉണ്ടാകും. ഇറച്ചി കൊഴുപ്പ് ഭയങ്കര കട്ടിയാണ്. ഇവിടെ എന്താ കൃഷിയിലാണല്ലോ സാറേ? അവിടെ കുറച്ച് കുറെ ചേന കൃഷിയൊക്കെ നടന്നിട്ടിരിക്കുക. ഓക്കെ, ഇതെല്ലാം ചേന നട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മൾ നടന്ന ടീമാണ്. അതെ, അവരാണ് ഇവിടുത്തെ. ഇതെങ്ങനെയാണ് നമ്മൾ നടുന്നതിന് സ്പെഷ്യൽ എന്തൊക്കെ ഇട്ട് എങ്ങനെയാണ് നടുന്നത് ഇവരിപ്പം? നമ്മളിവിടെ ഇപ്പം ഇതിനകത്ത് ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്യും. സാധാരണ ചാണകപ്പൊടി എല്ലുപൊടിയും മറ്റേ ഇതൊക്കെ ഇടുന്നത്. പക്ഷെ ഇപ്രാവശ്യം അന്ന് ചെയ്തില്ല, ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഈ ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് കരിയില. ഇനിയിപ്പോ മഴ വരുമ്പോഴത്തേക്ക് അടുത്ത മഴ ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ മണ്ണ് ഇങ്ങനെ ആയതുകൊണ്ട് കിളയ്ക്കാനും പാടുന്നില്ല. വെറുതെ തൊട്ടി കൊടുത്താൽ മതിയാ. വെള്ളം നിൽക്കൂല, വെള്ളം ഒഴിക്കും. പിന്നെ വാഴ ഏത് ഐറ്റംസ് നിൽക്കുന്നതെല്ലാം? ഈ നിൽക്കുന്നതെല്ലാം മറ്റേ പൂവൻ, നമ്മുടെ പൂവൻ കൊലാണ്. അപ്പൊ ഇവിടെ വരുന്ന കൊലയെല്ലാം നമ്മുടെ ആവശ്യത്തിൽ എടുക്കും, പിന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് പുറത്ത് കൊടുക്കും. നമുക്കല്ലാതെ കുറച്ച് ഔട്ട്ലെറ്റ് അങ്ങനെ ഒന്നും ഇല്ല, പള്ളിയിൽ ഔട്ട്ലെറ്റ് ആയിട്ടില്ലേ? ഔട്ട്ലെറ്റ് ഇടും. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് പച്ചക്കറി കൊടുത്തതിന് ശേഷം നമ്മൾ ഔട്ട്ലെറ്റ് ആക്കി ഇതായിട്ട് കൊടുക്കാറുണ്ട്. ഇവിടെ എല്ലാം കൊലയൊക്കെ ആയി നിൽക്കുന്നുണ്ട്. പച്ചച്ചിങ്ങൻ അല്ല, പൂവൻ. വിത്തുകൾ നമ്മൾ എവിടുന്ന് കൊണ്ടുവരുന്നത്? നമ്മുടെ തന്നെ ആണോ? ഇവിടുത്തെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇതാണ്. പക്ഷെ പുറത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് വിത്തുകൾ തരാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി റോബസ്റ്റൊക്കെ നല്ല ശരിക്കും പിടിക്കൂല. പിന്നെ ഏത്തനുള്ളതുകൊണ്ട് വെള്ളത്തിന്റെ ഇതുള്ളത് കൊണ്ട് മഴക്കാലമൊക്കെ ആണെങ്കിൽ ഏത്തൻ നല്ലോണം വരും. ഇല്ലെങ്കിൽ ഇവർക്കും വെള്ളം വേണം. അതുകൊണ്ട് അവരിങ്ങനെ ഇത് തടിയങ്കായാണ്. അല്ലല്ല, ഇതിന് ഇവർക്ക് കൃഷിക്ക് ഇതിനകത്തുനിന്ന് തന്നെ എടുക്കുന്നത്. വെള്ളത്തിന് ക്ഷാമമില്ല, പക്ഷെ വെള്ളം എല്ലായിടത്തും വരെ എത്തണ്ടേ. പൈപ്പ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പൈപ്പ് ഇട്ട് എടുക്കാമല്ലോ. സ്പ്രിംഗ്ലർ സിസ്റ്റം അല്ലെങ്കിൽ മറ്റ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ ഇവിടുത്തെ പണിക്കാണ്, മെയിൻ ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ ആടിൻ്റെ കാര്യങ്ങളെല്ലാം ജോലിയൊക്കെ ഇതാണ്. ബിമൽ സുശീൽ അല്ലേ? സുശീൽ ഇത് ആസാമാണ്, അരുണാചൽ പ്രദേശാണ് കേട്ടോ. ഇവരാണ് മെയിൻ ഇവിടെ കൃഷിയും കാര്യങ്ങളും ഫാമിലെല്ലാം നോക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ ആട് ഫാം. നമുക്ക് അത് അടുത്ത വിശേഷങ്ങൾ ആട് ഫാമിലേക്കാണ്. നേരെ പോകാം ആട് ഫാമിലേക്ക്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ആടുകളുണ്ട്. പിന്നെ ഗൂസ്, പക്ഷികൾ, അത് താറാവ്, പിന്നെ കോഴികൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴികൾ, ടർക്കി, എല്ലാവരും. അപ്പോൾ ഓരോ സൈഡ് നമുക്ക് എല്ലാം കണ്ടുകൊണ്ട് പോകാം. അപ്പോൾ ആദ്യം ഇതിലൊക്കെ കിടക്കുന്നത് ഏത് വെറൈറ്റി ആടുകളാണ്? ഇതിനകത്തെല്ലാം ക്രോസ് ബ്രീഡാണ്. ബീറ്റിലുണ്ട്, സിരോക്കി ഉണ്ട്, ഹൈദരാബാദി ബീറ്റിലുണ്ട്, മലബാറി ഉണ്ട്. ഇതെല്ലാം നമ്മളിവിടെ ബ്രീഡ് ചെയ്ത് എടുത്ത കുഞ്ഞുങ്ങളാണ് അല്ലേ? ഇതിനകത്ത് മേടിച്ചതുണ്ട്. ഇതിന്റെ അമ്മമാരെയൊക്കെ നമ്മൾ മേടിച്ചതാണ്. ബാക്കി ഈ നിൽക്കുന്ന എല്ലാം ഇവിടെ ബ്രീഡിങ് ശേഷം ഉണ്ടായിരുന്നു, ജനിപ്പിച്ചെടുത്ത കുഞ്ഞുങ്ങളാണ് അല്ലേ? അതെ. ഇതിന് ഈ ഹൈദരാബാദി എന്ന് പറയുന്നത് ഇതാണ്. നല്ല ചെവിക്ക് നീളമുള്ള ടൈപ്പുകളാണല്ലേ? ഇതൊക്കെ എങ്ങനെ? നമ്മളിവിടുത്തെ പാലൊക്കെ നമ്മുടെ ആവശ്യത്തിനും
നമ്മുടെ പള്ളിയിൽ നമ്മൾ എടുക്കാറില്ല. പാല് അവര് തന്നെ കുടിക്കത്തില്ല. കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ചിലതിന് പാല് കുറവുള്ളതുണ്ട്. കുറവുള്ളതുള്ളതിന്റെ മേക്കപ്പ് ചെയ്യാനായിട്ട് ബാക്കി കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഇവിടെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ടോ? ഇവിടെ ചിലരൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് നമുക്ക് ഇത് മേടിക്കുന്നത് മൊത്തം കച്ചവടക്കാരാണ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കച്ചവടക്കാരാകുമ്പോഴേ അവർക്ക് ഒരു ലാഭം ഇട്ടിട്ടല്ലേ അവര് മേടിക്കുള്ളൂ. അങ്ങനെ അതുകൊണ്ട് നമുക്കിത് വളർത്തുന്ന ഇതുവരെ പ്രാക്ടിക്കലായിട്ട് നഷ്ടമാണ്. പിന്നെ നമുക്ക് ഇതിനോടൊരു ട്രേസ് ഉള്ളതുകൊണ്ട് എല്ലാരും പറയുന്നത് എനിക്ക് വട്ടാണെന്നാണ്. പിന്നെ ഇതെല്ലാം ഫാദറിന്റെ അണ്ടറിലാണ് മൊത്തത്തിൽ ഇഷ്ടത്തിനെല്ലാം നോക്കിയെടുത്തത് അല്ല ആവശ്യം വീട്ടുകാരൊക്കെ വന്നതാണെങ്കിൽ ആവശ്യക്കാർ ഓരോരുത്തരൊക്കെ വെച്ച് വരുവാണെങ്കിലും കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലേ അത്യാവശ്യം വന്നിരുന്നു. പക്ഷെ നമ്മൾ കൊടുക്കാനായിട്ട് കുട്ടികള് അത്ര ഭക്ഷണം നല്ലോണം കഴിക്കുന്നതായിട്ടില്ല. അത്യാവശ്യം ഫുഡ് എടുക്കുന്ന പ്രായത്തിലെ കൊടുക്കുന്നത് എല്ലാ വെറൈറ്റി ഇതിലാണ് ഫുൾ ബ്ലാക്ക് നോക്കി ഇവിടെ നല്ല ഇത് ബീറ്റലിന്റെ ആണെന്നല്ലേ ഫാദറെ? നല്ല അടിപൊളി കുട്ടികൾ ബീറ്റലിനൊക്കെ. ഇത് കുറച്ചുകൂടെ ഒന്ന് വളർന്ന് ഫുഡൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കൊടുക്കും അല്ലേ? ഇതെല്ലാം നമ്മുടെ നല്ല 2 മാസമായതേ ഉള്ളൂ. 3 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാം. ശരി ഇതൊക്കെ നല്ല കമ്പനി നമ്മുടെ അടുത്ത് വന്നിട്ടാണ് നിൽക്കുന്നത്. നല്ല കമ്പനിയാണ്. എൻ്റെ നല്ല അറ്റാച്ച്മെന്റ് ഒക്കെ നല്ല കമ്പനിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്തൊരു കമ്പനി നോക്കി വരുന്നോ? എല്ലാവരും ഭയങ്കര അറ്റാച്ച് ആവുന്നു അല്ലേ? നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. എന്തൊക്കെ ആഹാരങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നവരൊക്കെ? ഇവിടെ ഇവർക്ക് പിന്നെ ഗോതമ്പിന്റെ തവിട്, സോയാ തവിട്, പിന്നെ കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക് ഇത്രയും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ തൂപ്പല്ലേ? പിന്നെ CO3 പുല്ലുണ്ട്. സാധാരണ ഇവിടെ പുല്ലാണ്. മറ്റേ പ്ലാവിന്റെ ഇല വളരെ കുറച്ചൊക്കെ കിട്ടും. ചെവിയൊക്കെ നോക്കിയാ നല്ല രസമുണ്ട് കേട്ടോ. അതിന്റെ മുറം പോലെ ഇരിക്കുകയാണ് ചെവിയൊക്കെ. അതിന്റെ സിരോഹി എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ടായതിന്റെ ഒരു കുട്ടിയാണത്. അത് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. വരുന്നവരെല്ലാം അതിനെയാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ ജനിപ്പിച്ച കുട്ടിയല്ലേ? അതെ അതെ. ഇവിടെ നമ്മള് മേടിച്ചതിന്റെ തള്ളേ കുട്ടി കിട്ടിയതാണ്. ഇതിന് ചെവി നോക്കി നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. നമ്മളുടെ ഭയങ്കര കമ്പനി. എന്നെ ആദ്യമായിട്ട് കണ്ടല്ലോ ഒരു പേടിയില്ല. എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നാടാ പെണ്ണാണോ അത്? എന്താ പറയണ്ടേക്ക്? അത് 6 മാസമായിട്ടുള്ള ഇതൊക്കെ നമുക്ക് കൊടുക്കാറായിട്ട് വേണമെങ്കിൽ നമ്മള് മേടിച്ചതാണ്. പക്ഷെ ആരെങ്കിലും വരുന്നെങ്കിലും കൊടുക്കും. വീട്ടുകാർക്ക് ആണെങ്കിൽ ആവശ്യക്കാർക്ക് നല്ല അടിപൊളി ആടുകളാണ് കേട്ടോ. ബാക്കി ഈ സെക്ഷനിലൊക്കെ നമ്മൾ ബ്രീഡിംഗ് മുട്ടന്മാരാണ്. അത് ബ്രീഡിംഗ് മുട്ടനായിട്ട് അതൊന്നേ ഉള്ളു. പിന്നെ ഇതിനകത്തൊരു സിരോഹിനെ ഇന്നലെ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മേടിച്ചതാണ്. കുഞ്ഞുവാടാ ബാ അല്ല അവര് തന്നെ ആണുങ്ങളാ. അമ്മമാരവിടെ പോയി. ഇതിന് മലപ്പുറം അല്ല പാലക്കാട് പെറ്റ്സിന്റെ വണ്ടിയിൽ കൊണ്ടുവന്നു. അതെ അതെ അതെ. 2 പയ്യന്മാരാണ് അല്ലേ? പയ്യനല്ല, അത് പയ്യത്തികളാണ്. ഒരു പയ്യൻ. നമ്മുടെ പുറയിലെ ആൾക്കാർ വരുവാണ് കേട്ടോ. നോക്കിയേ ബാക്കിലേക്ക് നോക്കിയേ. നമ്മുടെ പുറയിലുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ എന്തോ കഴിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം വന്ന് നടക്കുന്നത്. ഓക്കെ നല്ല കമ്പനിയാണ് കേട്ടോ. എല്ലാവരും കഴുത്തിൽ ബെൽറ്റൊക്കെ ഉണ്ടല്ലോ. കൊമ്പില്ലാന്നല്ലേ? കൊമ്പില്ലാത്ത നല്ലൊരു മുട്ട നിൽക്കുന്നില്ല. ഇവനാണോ മെയിൻ നമ്മുടെ ബ്രീഡിങ്? ഇവന്റെ പേരെന്താ? അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പു എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം അടിപൊളി സൈസുള്ള ഏത് ബീറ്റൽ ഏതാണ്? ബീറ്റലിന്റെ ഒരു മുട്ടനാടാണ്. നമ്മുടെ ഇവിടുത്തെ ക്രോസിങ് മാത്രമേ ഉള്ളൂ അല്ലെ? പുറത്തൊന്നും ഇല്ല. ഇവിടുത്തെ ആടുകളെ മാത്രം ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവന്റെ കുട്ടികളാണ് കിടക്കുന്നൊക്കെ അല്ലേ? നോക്കിയേ നല്ലൊരു സുന്ദര കുട്ടൻ. ബീറ്റൽ പെണ്ണാണോ ആണാണോ? അവന്റെ അടിപൊളി ഒരു കുട്ടനുണ്ട് ചെറുക്കൻ പയ്യൻ. നോക്കിയടാ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞേ സിരോഹിയുടെ നല്ലൊരു പെണ്ണ് ചനയാണല്ലേ? നല്ലൊരു ആട്ടിൻകുട്ടിയാണ്. അതിന്റെ അമ്മയാണ് അവിടെ കിടക്കുന്നത്. അവിടെ കിടപ്പുണ്ടല്ലേ? അതിന്റെ അമ്മ നല്ല സിരോഹിയുടെ. ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നേ ഫാദർ? നമുക്ക് അതിന് ഞാൻ മലപ്പുറത്ത് മേടിച്ച കുഞ്ഞായിരുന്നപ്പം മേടിച്ചു. അതിന്റെ വേറെ കുട്ടി ഇരിക്കുന്നല്ലോ സിരോഹിയുടെ അല്ലേ? പ്രസവിച്ചു. ഇപ്പൊ 2ാമത് പ്രസവിച്ചല്ലേ? എന്ത് കുട്ടിയത്? അത് പെണ്ണാണ്. കോഴികളൊക്കെ അവിടെ ഇരിക്കുന്നല്ലോ ഫാദറെ. ഇതൊക്കെ ലൈറ്റ് ഇല്ല കേട്ടോ. നല്ല പുള്ളിക്കോഴികള് സിരോഹിനത്തിൽപ്പെട്ട ആടാണ്. അവരുടെ ഒരു മോളാണ് കൂടെ നിൽക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഒരു മോളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പേ കണ്ടത്. ഇപ്പം 6 മാസം
പിടിയിരുന്നില്ല, ഓടി പോയി. ഞാൻ പിടിക്കാൻ നോക്കി അതിക്കുന്നില്ല. പെൺകുട്ടിയാണല്ലേ? അത് പിടി തരത്തില്ല. അതിന്റെ കൂടെ ഉള്ളതാണ് മറ്റേ അവിടെ കിടക്കുന്നത്. കറുപ്പ് ഒരു ചോപ്പോടെ വന്നതല്ലേ? എന്റെ മക്കളാ. ഒന്ന് അമ്മയുടെ കൂട്ടും ഒന്ന് അച്ഛന്റെ കൂട്ടായിരുന്നു. അപ്പൊ ഈ ഒരു സൈഡിൽ കുറെ ആൾക്കാർ അടയിരിക്കുന്നല്ലോ. ആരൊക്കെ ഇത്? മണിത്താറാവുണ്ട്. മണിത്താറാവ് കൂടി ഇരിപ്പുണ്ട്. അടയിരിക്കാണല്ലേ? ഗൂസ് ഇരിപ്പുണ്ട്. ഗൂസ് അട വെച്ചിട്ടുണ്ട്. മണിത്താറുണ്ട്. ഇവരൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോട് തന്നെയാണ് ആവശ്യം എന്തെങ്കിലും കൊടുക്കാൻ. അടുത്ത് കോഴിലിരിക്കുന്നത്, നാടൻ കോഴിലിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ കുറച്ച് പുള്ളിക്കോഴിലുണ്ടായിരുന്നു. എല്ലാം മിക്സാണ്, എല്ലാ വെറൈറ്റീസും ഉണ്ടോ. മൊത്തത്തിൽ എത്ര ക്വാണ്ടിറ്റി ആണ് ഫാദർ ഇതൊക്കെ നമുക്ക്? ഗൂസൊക്കെ മൊത്തം എത്ര ആണ്? ഗൂസൊക്കെ ആ 7 ഉണ്ട്. പിന്നെ മണിത്താറാവുണ്ട്, ടർക്കി ഐറ്റംസ് ഉണ്ട്, നാടൻ കോഴിലുണ്ട്. അതിനകത്ത് കുറെ ഗൂസ് ഉണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ കുറെ അധികം ഗൂസ് കൊടുക്കാം. ഫാദറെ, ഇവിടെ കുറെ അധികം പട്ടികളുണ്ടല്ലോ. ഇതെല്ലാം ഇവിടുത്തെ അരിമകളാണോ? ഇത് മേല് ഫീമെയിൽ ആണോ? പേരാണോ? ഇവനുമായിട്ട് ക്രോസ് ആയിട്ടുണ്ടായ ഒരു കുട്ടിയായിരുന്നു. ഓഹോ, ലാബും ഡോറിനോട് ക്രോസ് ആക്കിയിട്ടൊരു ക്രോസ് ആണല്ലേ? 3 എണ്ണം ഉണ്ടോ നമുക്കല്ലേ? നമ്മുടെ ഇവിടെ ഫാമിലി ആവശ്യത്തിനാണ് നിർത്തിയേക്കുന്നതാണോ അവരോ? അതെ അതെ അതെ, ഇവിടെ രാത്രി ഭയങ്കര ഓട്ടക്കാരൊക്കെയാണല്ലേ? നല്ലൊരു ഡോർമാനുണ്ട്. ഇതിന്റെയൊക്കെ പേരെങ്ങനെയാ? ജൂലി. ജൂലി ജൂലി ഇയാളോ? ജൂനിയർ ജൂലി. ബോസ്. ബോസ് ഒരു വീച്ചം കഴിച്ചു രാത്രി അല്ലേ? അതെ അതെ. അച്ഛാ, ഈ ഒരു പള്ളിയെ കുറിച്ച് ഒന്ന് പറയോ? നല്ല ഭംഗി വേണം. ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇത് 300 വർഷമായതാണ്. നമ്മുടെ ഫ്രാൻസിസ്കൻ സഭയിലെ അംഗങ്ങൾ താമസിക്കുന്ന ഒരു ആശ്രമവും അതുപോലെ തിയോളജി സെമിനാരിയും കൂടെയാണ്. അവിടെ ഒരു 40 തിയോളജി പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടുന്ന് അച്ഛന്മാരായിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഫോർമേഷൻ 4 വർഷത്തെ ഫോർമേഷനാണ് ഉള്ളത്. അതിന്റെ കൂടെ പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി. 10 അച്ഛന്മാരുണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം മിക്കവാറും എല്ലാവരും ഈ സെമിനാരി ഫോർമേഷനിൽ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന അച്ഛന്മാരാണ്. പക്ഷെ പുറത്ത് മിനിസ്ട്രി ഉണ്ട്. ഇതിന്റെ ചാർജ് ഒരാൾ സുപ്പീരിയർ, പിന്നെ ഒരു അസിസ്റ്റന്റ് സുപ്പീരിയർ, 2 പേര് ഔട്ട് ഓഫ് പ്ലേസ് ആണ്. ബാക്കി സ്റ്റുഡൻസിന്റെ ഒക്കെ അവധി തുടങ്ങി. അവധിക്കൊക്കെ കുറെ പേര് പോവും. കുറച്ച് പേര് വരുമ്പോൾ ബാക്കിയുള്ളത് വരുമ്പോഴേ ഷിഫ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട് ഇതിന്റെ തുടക്കകാലത്തെ ഇത് ഫിലോസഫി കോളേജ് ആയിരുന്നു. അന്ന് കപ്പൂച്ചിൻസ് ഇതുണ്ടായിരുന്നപ്പോഴാണ് പണ്ട് തുടക്കകാലത്ത്. പിന്നെ അതിനിടയ്ക്ക് വെച്ച് റീജിയനായിട്ടൊക്കെ തിരിഞ്ഞു. പലരും പല സെക്ഷനായി തിരിഞ്ഞു. തമിഴ്നാട്ടുകാരും കർണാടക, ഓൾ ഇന്ത്യയുടെ കീഴിലുള്ളതായിരുന്നത്. അത് പിന്നെ പല ഡിവിഷനായിട്ട് തിരിഞ്ഞപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഇപ്പൊ പിന്നെ ഇത് തുടങ്ങിയിട്ട് തിയോളജി ആയിട്ട് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10-15 വർഷമായിട്ട് 18 വർഷമായിട്ട്. ഇതിന്റെ ഒരു ഷേപ്പും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഡിസൈൻ ചെയ്ത ആരൊക്കെയാണ്? അന്നത്തെ വർഷം ബ്രിട്ടീഷുകാരല്ലേ? ബ്രിട്ടീഷുകാർ ഡിസൈൻ ചെയ്ത നല്ലൊരു പള്ളി ആശ്രമമൊക്കെയാണ്. 100 വർഷത്തിന് മേലെ പഴക്കമുണ്ടല്ലേ? ഒരുപാട് മാവ്, നല്ല എന്ത് വെറൈറ്റി ഒരുപാട് മാവ്, നീലൻ മാങ്ങൊക്കെ നല്ല വെറൈറ്റി മാങ്ങകളൊക്കെ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പള്ളിയിൽ തന്നെ നമ്മളിവിടെ തന്നെ കൊടുക്കും? ഇവിടുത്തെ ആവശ്യത്തിന് എടുക്കും. പിന്നെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ ഇത് ഗാർഡനൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾക്കാരൊക്കെയാണ്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ചിലർക്ക് അതിൻ്റെ ചാർജായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് അവിടെ കാണാതിരിക്കാനൊക്കെ അല്ലേ? നല്ല ഒരു ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ക്ലീൻ ആക്കാൻ അങ്ങനെ ഉള്ള പരിപാടികളാണ്. ഓക്കെ. ഇപ്പം നമ്മൾ വന്നിട്ട് ആകെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതെല്ലാം നേരത്തെ ഇംഗ്ലീഷ് പണ്ട് ബ്രിട്ടീഷ് 100 വർഷത്തെ പഴക്കമുള്ള ബിൽഡിംഗ് ഒക്കെയാണ്. എൻ്റെ ഈ സെക്കൻഡ് ഫ്ലോർ ഒക്കെ എന്നിട്ട് തറ തടിയാണ് അല്ലേ? കോൺക്രീറ്റ് അല്ല. അടിയിൽ തീർത്ത
ബിൽഡിങ്സ് ഒക്കെയാണ്. അകത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഓക്കെ അച്ഛാ, നല്ലൊരു വീഡിയോ ആണ് നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോക്ക് എൻ്റെ സൈസിന് നന്ദി. പിന്നെ ഇതുപോലെ ആവശ്യക്കാരൊക്കെ അടുത്തുണ്ടെങ്കിൽ ഫാദർ നമ്പർ കൊടുക്കുന്ന പ്രശ്നമില്ലല്ലോ. ഫാദർ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാദറിനെ കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും അവിടെ ആവശ്യങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നേരിട്ട് വരാം. നമ്മുടെ കൊല്ലത്താണ്. കൊല്ലത്തുള്ള അടിപൊളി ഒരു ഫാമാണ്. നമ്മൾ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും നല്ലൊരു ഫാമുണ്ടെന്ന് അറിയത്തില്ല. അകത്തോട്ട് കഴിഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള ഒരു ഫാമാണ്. കാണാൻ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.